സ്വർണം കട്ടത് ആരപ്പ? അത് സഖാക്കൾ മാത്രമല്ല, അതിലെ ചില രാജകുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് എന്നിപ്പോ ആരോപണങ്ങളൊക്കെ വലിയ ശക്തമായിട്ട് ഉയരുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള നിലവറകളിലെ വലിയ കോടി തുകയുള്ള സ്വർണങ്ങളൊന്നും കാണുന്നില്ല. ഇതിനെന്തോ രാജ്യാന്തരപരമായിട്ടുള്ള ബന്ധമുണ്ട്. അന്താരാഷ്ട്ര ലോബികളൊക്കെ കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ സ്വർണം കക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉം. യഥാർത്ഥത്തിൽ ഇതിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇതില് പലതരത്തിലാണ് സംഭവിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയില് കൃത്യമായിട്ട് സഖാക്കൾക്ക് പങ്കുണ്ടെന്നുള്ളത് ഒരു ചർച്ചാ വിഷയം മാത്രമല്ല, വസ്തുത കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ശബരിമലയില് അതിന്റെ അവിടുത്തെ പുരോഹിതന്മാർക്ക് പങ്കുണ്ടാകാം, അതിന്റെ ഭരണാധികാരി ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് പങ്കുണ്ടാവാം, അവിടുത്തെ അവരെ നിയമിച്ച സർക്കാരിന് പങ്കുണ്ടാവാം, അവർക്കൊക്കെ പങ്കുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പൊ സമാനമായ രീതിയിൽ വന്നിരിക്കുന്ന ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. പക്ഷെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഞാൻ കേട്ടിട്ടുള്ള അവിടുത്തെ ബി കലവറയില് അവിടെ സ്വർണ്ണമാണെങ്കിലും മറ്റുള്ള വസ്തുക്കളൊക്കെ നിക്ഷേപിക്കുന്നത് അവിടെയുള്ള രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പ്രായശ്ചിത്തമായിട്ട് അവിടേക്ക് പല സാധനം നിക്ഷേപിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുകൂടിയതാണ് ഇപ്പൊ ബി കലവറയിലെ സ്വത്തുക്കൾ പറയുന്നത്. ഏകദേശം 1,00,000 കോടി രൂപയിലധികം സ്വത്തുക്കൾ ഉണ്ടായിരുന്നതാണ് 10 കൊല്ലക്കാലത്തിന് മുമ്പായിട്ട് പറഞ്ഞു. ഇന്നിപ്പോ അതുകൊണ്ട് 10 കോടിയൊക്കെ ആയിട്ടുണ്ടാവാം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സ്വത്തുക്കൾ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം ആ സമയത്ത് രാജാവിന്റെ സത്യസന്ധതയാണ് കാരണം. രാജാവ് തീരുമാനിച്ചത് രാജകുടുംബാംഗങ്ങൾ ആരെങ്കിലും തന്നെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് പ്രായശ്ചിത്തം വേണം, ആ തെറ്റിന് ശിക്ഷ വേണം. ആ ശിക്ഷ എന്ന് പറയുന്നത് താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ കലവറയില് തന്റെ ആ സ്വർണ്ണങ്ങൾ നിക്ഷേപിക്കണം എന്നാണ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ കണ്ടല്ലോ മറ്റൊരു വസ്തുതയുണ്ട്. ആ ക്ഷേത്രത്തിൽ പലരോട് തൊഴാൻ വരും. ഇപ്പൊ രാജകുടുംബാംഗങ്ങൾ തൊഴാൻ വരുമല്ലോ. രാജകുടുംബാംഗങ്ങൾ തൊഴാൻ വന്നതിന് ശേഷം തൊഴുതു കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കാലിൽ പറ്റിയിരിക്കുന്ന മണ്ണ് പോലും ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് തട്ടിക്കളഞ്ഞിട്ടാണ് അവർ പോവുക. എന്ന് വെച്ചാൽ അത്രയ്ക്കും വളരെ ഡെഡിക്കേറ്റഡ് ലൈഫാണ് തിരുവിതാംകൂർ രാജാവ് അനുഷ്ഠിച്ചു വന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോ അവിടെ മോഷ്ടാക്കൾ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല കേട്ടോ. ഒരുപക്ഷെ നമ്മളിപ്പോ സംശയിക്കുന്നത് ഒരുപക്ഷെ തിരുവിതാംകൂറിലെ സ്വർണം നഷ്ടപ്പെടുന്നതിന് പിന്നില് രാജകുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ള സംശയം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ആകാം. കാരണം പുതിയ തലമുറയെ സംബന്ധിച്ചും രാഷ്ട്രീയ ചിന്താധാരയില് അടിയുറച്ച് വിശ്വസിക്കുന്ന പലർക്കും ഈ തരത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കറവപ്പശ്വരം ധരിക്കുന്ന ഒരു നിരവധിയുണ്ട്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയുണ്ടല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ നാളെ സ്വർണം പോയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് പിന്നെയാണ് തെളിയിക്കപ്പെടുക. അതേപോലെ നിരവധി ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ പലതിലും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഈ പറയുന്ന സ്വത്തുക്കളെല്ലാം തന്നെ അടിച്ചു മാറ്റാനുള്ള വലിയ പരിശ്രമമുണ്ട്. ഇപ്പൊ കൊച്ചി ദേവസ്വം ബോർഡുണ്ട്. അതിന്റെ കീഴിൽ എത്ര ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് 10,000 ഏക്കർ ഭൂമിയാണ് കാണാണ്ടായിരിക്കുന്നത്. പല ഭൂമി ഇന്ന് കാണാനില്ല. പലതും ഇന്ന് പലരുടെ കയ്യിലാണ്. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കള് അന്യാധീനപ്പെടുത്തുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡുകളും സർക്കാരുകളും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ശബരിമലയിൽ കണ്ടത്. ഒരു പരിധി വരയ്ക്ക് അത് തന്നെയാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഉണ്ടാവാനുള്ള സാധ്യതയും ശരിക്കത് തന്നെയാണ്. നേരെ മറിച്ച് നമ്മുടെ രാജാക്കന്മാരെ പലപ്പോഴും സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല. നമ്മളിപ്പോ ധരിക്കുന്നതിന് രാജാക്കന്മാരൊക്കെ പഴയ കാലത്ത് കൊച്ചി ഭരിച്ചിരുന്ന കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും അല്ലെങ്കിൽ കോഴിക്കോട് സാമൂതിരിയൊക്കെ ഭരിച്ചിരുന്നത്. ഈ രാജാക്കന്മാരുടെ സ്വഭാവം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമുള്ളത് കൊച്ചിയാണ്. ഈ കൊച്ചി രാജാവിനെ സംബന്ധിച്ച് കൊച്ചി രാജാവ് ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് റെയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്നിട്ട് വൈസ്രോയിയെ കണ്ടു. വൈസ്രോയി പറഞ്ഞു അത് നടക്കുന്ന കാര്യമില്ല, വലിയ എമൗണ്ട് ചെലവ് വരും. 24 ലക്ഷം രൂപയാണ് ചെലവ്. ഇത് പറഞ്ഞ സമയത്ത് സാധാരണ ആരാണെങ്കിലും ഒന്ന് കൂസും, ഒന്ന് ഞെട്ടിപ്പോവും. കാരണം ഇന്നത്തെ കോടിയല്ല ശതകോടിയുടെ വിലയാണ് അന്നത്തെ 1 ലക്ഷത്തിനുള്ളത്. അപ്പൊ 24 ലക്ഷം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. ആ 24 ലക്ഷം രൂപ ചെലവ് എന്നുള്ള വലിയ എമൗണ്ട്. അതിന്റെ പേരിൽ മറ്റേ രാജാക്കന്മാർ ഞെട്ടിയിരുന്നു. പക്ഷെ കൊച്ചി രാജാവ് പറഞ്ഞത് ഈ പണം ഞാൻ ഉണ്ടാക്കും. അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ? ആദ്യമായിട്ട് അദ്ദേഹം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്റെ മറ്റേ തിരുവാഭരണം അടക്കമുള്ള ക്ഷേത്രത്തിൽ ആനയുടെ നെറ്റിപ്പട്ടം അടക്കമുള്ള മുഴുവൻ സാധനങ്ങൾ എടുത്ത് അദ്ദേഹം വിൽക്കുകയാണ്. അങ്ങനെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് തികഞ്ഞില്ല. ബാക്കി വന്ന് അദ്ദേഹം എന്താ ചെയ്യുന്നറിയാമോ? ബാക്കി വന്ന് സ്വന്തം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ രാജമാതാവിന്റെ അവരുടെ സ്വർണം, ആ സ്വർണ്ണടക്കം എടുത്ത് വിൽക്കുകയാണ്. ഒരു കെട്ടുതാലി മാത്രമാണ് ബാക്കി വന്നത്. ആ കെട്ടുതാലി ഒഴിച്ചുള്ള മുഴുവൻ ആഭരണങ്ങളും വിറ്റ് ആ പണം കൊണ്ടാണ് ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് റെയിൽ കൊണ്ടുവന്നത്. അതായത് ഷൊർണൂർ പാലം കൊണ്ടുവന്നത് അങ്ങനെയാണ്. ആ പാലത്തിന്റെ പേര് ഇപ്പൊ എന്താ പേരെന്നറിയാമോ?
ആ പാലത്തിന്റെ പേര് ഇപ്പൊ കൊച്ചി പാലം എന്നതിന്റെ പേര്. ഈ കൊച്ചി പാലം എന്നതിന് പേരിടാൻ ഇപ്പോൾ അവിടെ 1, 2, 3-ാമത്തെ പാലമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കൊച്ചി പാലം എന്ന് പേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന കൊച്ചി രാജാവ് കൊണ്ടുവന്നതാണ്. അതിന് ബ്രിട്ടീഷുകാരെന്താ ചെയ്തതെന്ന് അറിയാമോ? ബ്രിട്ടീഷുകാരുടനെ തന്നെ ഇവിടുത്തെ യുവരാജക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മഹാരാജാവ്, ഈ മഹാരാജാവിന് പേരൊക്കെ കൊടുത്തിരുന്നു, അയാളുടെ സ്ഥാനമൊഴിഞ്ഞ് രാജാവ് എന്നാണ് പേര് കൊടുത്തിരുന്നത്. ഈ രാജാവ് നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് യുദ്ധം വേണം, അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങളൊരു കലാപം അഴിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞ് യുവരാജക്കന്മാരെ ഇളക്കി വിട്ട് നിവർത്തികെട്ട് 1914 ഈ പറയുന്ന രാജാവ് സ്ഥാനം ഒഴിയാണ്. എന്തൊരു ചരിത്രമാണ് അങ്ങനത്. ഇത് മറ്റേ ചതിയിലൂടെ ഒഴിവാക്കുകയാണ്. അങ്ങനെ അത് എന്ന് വെച്ചാൽ ത്യാഗം സഹിച്ചിരിക്കുന്ന രാജാക്കന്മാരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ കേരളത്തില് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, കൊച്ചി രാജാവിന്റെ കാര്യത്തിലടക്കം. ഇത് ചെയ്ത് ബ്രിട്ടീഷുകാരാണ്. ഈ ബ്രിട്ടീഷുകാരാണ് അവര്. നമ്മളിപ്പോഴത്തെ ഈ തിരുവിതാംകൂറിലെ സംഭവം അല്ലെങ്കിൽ ശബരിമല സംഭവമായിട്ട് ഒരു കമ്പാരിസൺ ഇല്ല. ശബരിമല മോഷണത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഇവിടെ ഭരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വർണം കെട്ടവൻ ആരപ്പ? സഖാക്കളാണെന്ന് പറഞ്ഞാല് സഖാക്കൾ ഭരിക്കുന്ന കാലത്താണ് ആരോപണം. ഇന്നിപ്പോ സഖാക്കളല്ലല്ലോ ഭരിക്കുന്നത്, സഖാക്കളല്ലാത്തവര് സ്വർണം കെട്ടവനെ കണ്ടുപിടിക്കാനാണല്ലോ. അങ്ങനെ സ്വർണം കെട്ടവനെ കണ്ടുപിടിക്കണ്ടോ ഇപ്പൊ? അതിനെതിരായിട്ട് വല്ല നീക്കമുണ്ടോ ഇപ്പൊ? ഒരു നീക്കമില്ല. സ്വർണം കെട്ടത് ആരാണ്? സഖാക്കളാണെന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് ജയിക്കുന്ന ആളുകൾ പോലും. നമ്മളെ എയർപോർട്ട് വഴി പല സ്ഥലങ്ങളിലൂടെയാണ് സ്വർണം കൊണ്ടുവരുന്നത്. അതെ, അതുപോലും കൃത്യമായിട്ട് തടയാൻ പറ്റുന്നില്ല. അത് തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ശബരിമല കേസിൽ പോലും യഥാർത്ഥ പ്രതികളെ പിടിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല കേട്ടോ, സത്യത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ തിരുവിതാംകൂർ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലേ അത് ആര് കൊണ്ടുപോയാൽ പോലും പിടിക്കുന്നൊരു സംവിധാനം കേരളത്തിലില്ല. കേരളത്തിൽ പ്രതികളെ രക്ഷിക്കുന്ന സർക്കാരുകളാണ്, പ്രതികളുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണ്. സ്വർണം കെട്ടവൻ ആരപ്പാന്നൊക്കെ ചോദിച്ച് നമ്മുടെ നോട്ട് മേടിച്ചല്ലോ കോൺഗ്രസ്സുകാരുടെ നിലപാട് ഇപ്പൊ എന്താ? അവർ സ്വർണം കെട്ടവനെ കണ്ടുപിടിക്കാൻ വരില്ല പരിശ്രമം നടത്തിയിട്ടുണ്ടോ? അത് സഖാക്കന്മാരാണ്, സമ്മതിച്ചു. എന്നാൽ സഖാക്കന്മാരൊന്നും പിടിക്കാമോ? പിടിക്കുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ പിണറായി വിജയന്റെ വീട്ടിൽ പോലീസ് ED റെയ്ഡ് ചെയ്തു. ആ റെയ്ഡിലുള്ള കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു? കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകള്, കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ആ റെയ്ഡിന്റെ അക്രമത്തെ ഞങ്ങൾ എതിർക്കുന്നു, പക്ഷെ റെയ്ഡ് നടന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാ. എന്ന് വെച്ചാൽ റെയ്ഡ് നടത്താൻ പാടില്ല, പ്രതികളെ പിടിക്കാൻ പാടില്ല. അല്ല, അതിന്റെ കാരണം കൃത്യമായിട്ട് ഇന്നലെ VD സതീശൻ പറഞ്ഞല്ലോ. കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടെന്നല്ല, എല്ലാവരും പൈസ വാങ്ങിയിട്ടുണ്ട്. ഇത്തരം വലിയ ബിസിനസ് നേതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് വാങ്ങുന്നത് സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് വെച്ചിട്ട് അതിന് അന്വേഷണം വേണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വീണയ്ക്കെതിരായിട്ട് അന്വേഷണത്തിന് ആവശ്യമുണ്ടോ? ഒരു പരാതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ പരാതി കൊടുക്കുന്നതിനകത്ത് സത്യസന്ധതയുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ കേസിൽ പ്രതികളെ പിടിക്കേണ്ടതല്ലേ? അവരെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അവരുടെ മൊഴി എടുക്കേണ്ടതല്ലേ? ആ പണിയിൽ ഇപ്പൊ നടത്തിയിട്ടുള്ളൂ. ഇപ്പൊ റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞു. ആ റെയ്ഡിൽ എവിടെ? പിണറായി വിജയൻ വീട്ടിൽ കയറിയിട്ട് പിണറായി വിജയൻ മകളെ താമസിപ്പിച്ചിട്ടാണ് റെയ്ഡ് നടത്തിയത്. മകള് വേറെ വീട്ടിലെ താമസിക്കുന്നിരിക്കട്ടെ, മകളുടെ വീട് റെയ്ഡ് ചെയ്യുള്ളൂ, പിണറായി വിജയൻ റെയ്ഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ആ സമയത്ത് ആര് ആ റെയ്ഡിനെ എതിർത്താലും അവർ ഈ തെറ്റിന്റെ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നാളെ ഇപ്പൊ ഏത് പ്രശ്നം വന്നാലും കേരളത്തിൽ വേറെ ഒരു അവസ്ഥയുണ്ട്. കേരളത്തിൽ ഒരു മന്ത്രിമാൻ ശിക്ഷിക്കപ്പെടില്ല. ഈ CPM കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ധാരണ യഥാർത്ഥത്തിൽ ഈ കള്ളന്മാരെയൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ലെന്നാണോ പറയുന്നത്? അല്ല, അവര് ധാരണയുണ്ട്. കേരളത്തില് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നല്ല ധാരണയുണ്ട്. ഈ ധാരണ കൊണ്ടാണ് കേരളത്തില്, അതും ഒരുപറ്റ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഒരിക്കലും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ അവരാരും ഈ പറയുന്ന കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരല്ല. ഇപ്പൊ തന്നെ ED റെയ്ഡ് ചെയ്യുന്നു, ശിക്ഷിക്കണം എന്നുള്ള ആർക്കും താല്പര്യമില്ല. ഇത് കോടതികൾ കേസുകൾ പ്രതികളെ പിടിക്കപ്പെടണം, അവര് ശിക്ഷിക്കപ്പെടണം, അവർ കുറ്റം തെളിയിക്കപ്പെടണം. ആ കുറ്റം തെളിയിക്കപ്പെടാനായിട്ട് വക്കീലുമാർ രംഗത്തുണ്ടോ? അവർ കോടതിയിൽ കൃത്യമായിട്ട് പോകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയക്കാരുകൾ വലിയ വ്യവസായികളിൽ നിന്ന് പണം കൈപ്പറ്റാറുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടാകാം. അത് മകൾക്ക് കൊടുക്കാനായിട്ട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇത് ന്യായീകരിക്കപ്പെടാനോ? അല്ല, അങ്ങനെ രണ്ട് ഏറ്റെടുക്കണം. സതീശൻ പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പണം കൈപ്പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ പണം കൈപ്പറ്റാം, റെസീറ്റ് കൊടുക്കും. ഈ റെസീറ്റ് ഇല്ലാണ്ട് വാങ്ങിക്കുന്ന പണത്തിനാണ് പ്രശ്നം. വീണ വിജയൻ എന്ന് പറയുന്ന ലേഡി വാങ്ങിച്ച 5 ലക്ഷം രൂപ അവർക്കും 3 ലക്ഷം രൂപ എക്സാലോജി കമ്പനിക്കും കൊടുക്കുന്ന 8 ലക്ഷം രൂപ, അങ്ങനെ വരുന്ന പണത്തിന് കണക്കില്ല. അതിന് ടാക്സ് കൊടുത്തു എന്നൊക്കെ പറയാ. പക്ഷെ എന്തിനാ
എന്തിനാണ് പണം കൊടുത്തത്? ചോദ്യം എവിടെയാണ്? ഈ പണം ഏതെങ്കിലും സർവീസിനാണോ? എന്ത് സർവീസാണ് എക്സാലോജിക്ക് ചെയ്തിരിക്കുന്നത്? അത് പറഞ്ഞാൽ കഴിഞ്ഞു. അത് പറഞ്ഞ പ്രശ്നം തീർന്നു. ഇത് പറയുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിന് രണ്ടാണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നല്ല, പ്രതിപക്ഷ നേതാവെന്നല്ല, ആര് പറഞ്ഞാലും ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും അല്ലല്ലോ ഇവരാരും. അന്ന് പറഞ്ഞാലല്ലോ ഇപ്പൊ പറയുന്നത്, വേറെ നാളും ഇപ്പൊ പറയുന്നത്. എന്ത് പറഞ്ഞാലും ഈ പറയുന്നതിനകത്ത് വസ്തുതാപരമായിട്ട് ശരിയുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഇതിനകത്ത് എന്തിനു പണം വാങ്ങിച്ചു? പണം വാങ്ങിക്കാൻ ഇപ്പൊ ഗൗതമിന് ഞാൻ 5 കോടി റുപ്യ തന്നു, എന്തിനു തന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ അത് ഇല്ല. ഈ പണം കൊടുത്തത് എന്തിനാണെന്നുള്ളതിന് പറയുന്നില്ല. ഒരു കമ്പനിയാണ് വേറെ കമ്പനിക്ക് പണം കൊടുക്കുന്നു. ആ കമ്പനിക്ക് CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അവിടെയാണ് ഷോൺ ജോർജ് പറഞ്ഞത് എനിക്ക് ഷെയർ ഉണ്ട് അതിനകത്ത്, 1-2 ഷെയർ ആണെന്ന് തോന്നണേ, അതിന് ഡിവിഡൻഡും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന അനധികൃതമായിരിക്കുന്ന ചെലവുകൾ വന്നാൽ സ്വാഭാവികമായിട്ട് എന്റെ ലാഭവിഹിതം കുറയും. അതാണ് ഷോൺ ജോർജിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ ഷോൺ ജോർജിന്റെ ലാഭവിഹിതം കുറയത്തക്ക രീതിയിൽ CMRL തുക വഴിവിട്ട് ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് തർക്കം എന്നിപ്പോൾ ഉള്ളത്. അല്ലാതെ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നില്ല. അത് സംഭാവന തന്നെയാണ്, അത് ലാഭത്തിൽ കുറവ് വരിക തന്നെ ചെയ്യും. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാനുള്ള ഒരു ദേശീയ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അവരതിന് പ്രോപ്പറായിട്ട് റെസീറ്റ് കൊടുക്കുന്നുണ്ട്. അവരതിന് ഇൻകത്തിന്റെ റിട്ടേൺസ് IT-യിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നെന്താ അതിനകത്ത് പ്രശ്നമുള്ളത്? ഇതിന്റെ പ്രശ്നം അങ്ങനെയല്ല. ഇവിടെ പണം കൊടുക്കുന്നു, പണം കൊടുത്ത GST മാത്രം പോരാ, അല്ലെങ്കിൽ അതിന്റെ TDS കട്ട് ചെയ്താൽ മാത്രം പോരാ, മറിച്ച് കൃത്യമായിട്ട് ഈ പണം എന്തിനാണ് എക്സാലോജിക്കിന് കൊടുത്തത്, ഈ കണക്കൊന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മകൾ വീണ വിജയൻ പറഞ്ഞാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഇത് പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും 2 സ്ഥലങ്ങളിലും ദുരൂഹത നിലനിൽക്കുകയാണ്. സ്വാമി ക്ഷേത്രത്തിലെ ഇത് എവിടെ പോയി എന്നതിലും ദുരൂഹത നിൽക്കുന്നു, ഈ വിഷയത്തിലും ദുരൂഹത നിൽക്കുന്നു. ഈ പറയുന്ന കേരളത്തെ സംബന്ധിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയാദി കാര്യങ്ങളില് സ്വാഭാവികമായിട്ടുള്ളൊരു ദുരൂഹത എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് നമുക്ക് ശബരിമല സ്വർണ്ണ കൊള്ളക്കടത്ത് ഇതിനകത്ത് കാണാൻ സാധിക്കും. ശബരിമലയില് പുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു പരിധിവരയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് മാത്രമല്ല, അത് ക്രൈസ്തവ മുസ്ലിം എല്ലാ ദേവാലയങ്ങളെ സംബന്ധിക്കുന്ന ഈ തരത്തിലെ സാമ്പത്തിക വരുമാനത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു ദുരൂഹത ഒരു പരിധിവരയ്ക്ക് നിലവിലുണ്ട്. ഇതൊക്കെ അന്വേഷിക്കട്ടെ. ആർക്കെ വിരോധമുള്ളത്? ഈ നേരത്തെ പറഞ്ഞ ഒരു മടിയില് കനമുള്ള ഭയം ഉണ്ടാവുക. അങ്ങനെ മടിയിൽ കനമുള്ളവർക്ക് ഇതിനെ എതിർത്ത് പറഞ്ഞോ, ആർക്കും വിരോധമില്ല. കനമില്ലാത്തവരങ്ങൾ വിട്ടുകളയാണ്, ഈ സംഭവം വിട്ടുകളയാണ്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നവരെയാണ്. അങ്ങനെ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അന്വേഷിക്കാത്തത്. അന്വേഷിച്ചാൽ ആദ്യം കുടുങ്ങുന്നത് അന്വേഷകനാണ് എങ്കിൽ പിന്നെന്താ സംഭവിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് കുറ്റവാളികളായിരിക്കുന്ന ആളുകൾ ഇവിടെ വാദം കുറുന്തോട്ടിക്കാണ്. ഈ കുറുന്തോട്ടിയുടെ വാദമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച്. രാജകുടുംബാംഗങ്ങൾ കട്ടിട്ടുണ്ടാകും സാധ്യതയില്ല. ഇപ്പൊ ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെയും ഒഴിവാക്കാൻ സാധ്യമല്ല. പക്ഷെ ഒന്നുണ്ട്, രാജകുടുംബാംഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കാലിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് പോലും ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് തട്ടിയിടുന്നൊരു പാരമ്പര്യമാണ് അവിടുത്തെ രാജകുടുംബാംഗങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് മോഷണം ഉണ്ടാവാൻ സാധാരണ നിലയ്ക്ക് സാധ്യതയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ അവിടെ കിടക്കുകയാണ്, ഇത് വലിയ ഇന്റർനാഷണൽ വാർത്തയാണ്, ഇത് ഈ ശ്രീപത്മനാഭസ്വാമിയുടെ സമ്പത്ത് എന്ന് പറയുന്നത്, ഇതിങ്ങനെ വെറുതെ അവിടെ കിടന്നിട്ട് എന്താ കാര്യം, ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ചില കള്ളന്മാർ ഇങ്ങനെ ചിന്തിച്ചാലും. അല്ല, അങ്ങനെ ചിന്തിച്ചവരാണോ സോഷ്യൽ മീഡിയയിൽ വാർത്ത കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് വേണമെങ്കിൽ ആകാമല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി വാർത്ത കൊടുക്കാം. പക്ഷെ ഏതാണെങ്കിലും ഈ പറയുന്ന സ്വത്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടില്ല, നിരവധി വർഷങ്ങളായിട്ട് സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുകളാണ്, സ്വർണമാണ്. അതായത് ആ രാജകുടുംബാംഗങ്ങള് ഒരാള് ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതിന് കൊടുക്കുന്ന ശിക്ഷ ഈ പറയുന്ന സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ അത് ഈ പണം ഉപയോഗിക്കുന്ന രീതിയും കൂടി ഉണ്ടായിരുന്നു. നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് ഈ പണം അന്ന് വിനിയോഗിച്ചിരുന്നു, രാജാവ് വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല സമയത്തും വിനിയോഗിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ, രൂക്ഷമായിട്ടുള്ള ക്ഷാമം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഒരു ഉപയോഗിച്ചിരുന്ന പണമാണിത്. അല്ലാതെ ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും എടുത്ത് പുട്ടടിക്കാൻ വേണ്ടിയിട്ട്, പിണറായി വിജയന് പുട്ടടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ UDF-ന്റെ മന്ത്രിമാർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത്. അത് യഥാസമയം ഈ നാടിന്റെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഞാൻ ദുരന്തം എന്ന് പറയുന്നത് 2018 ദുരന്തമല്ല കേട്ടോ, ഇത് ആർട്ടിഫിഷ്യൽ
ആയിട്ടുള്ള പ്രളയങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിനിയോഗിക്കാനുള്ള സംവിധാനങ്ങളും കൂടി അവിടെയുണ്ട്.